പോൺ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നതിന് കർശന പ്രായപരിധി നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് UK. ജൂലൈ 25 മുതൽ UKയിൽ പോൺ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന ആളുകൾ 18 വയസ്സിന് മുകളിലാണെന്ന് തെളിയിക്കണം. നേരത്തെ 18 വയസ്സിന് മുകളിലാണെന്ന് സ്വയം രേഖപ്പെടുത്തൽ മാത്രം മതിയായിരുന്നെങ്കിൽ നിലവിൽ പ്രായം തെളിയിക്കാനുള്ള രേഖകൾ കൂടി സമർപ്പിക്കേണ്ടതുണ്ട്. തിരിച്ചറിയൽ രേഖകൾ, മുഖം സ്കാൻ ചെയ്ത് പ്രായം കണക്കാക്കൽ, ബാങ്ക് രേഖകൾ എന്നിവ നൽകി മാത്രമേ ഇനി പോൺ വെബ്സൈറ്റുകളിൽ പ്രവേശനം ലഭിക്കൂ. ലോകത്തിലെ തന്നെ ഏറ്റവും കർശനമായ നിയമങ്ങളിൽ ഒന്നാണിതെന്നാണ് വിലയിരുത്തൽ. എന്താണ് പുതിയ നിയമം എന്ന് നോക്കാം. കുട്ടികൾക്ക് സുരക്ഷിതമായൊരു ഓൺലൈൻ ലോകം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ UKയിലെ മാധ്യമ നിയന്ത്രണ ഏജൻസിയായ ഓഫീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ് കർശന പ്രായപരിധി നിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. പുതിയ നിയമം അനുസരിച്ച് അശ്ലീല ഉള്ളടക്കം നൽകുന്ന ഏതൊരു വെബ്സൈറ്റും സന്ദർശകർക്ക് 18 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രായപരിധി പരിശോധനകൾ നടപ്പിലാക്കണം. ഫോട്ടോ ID അപ്ലോഡുകൾ, മുഖം തിരിച്ചറിയൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പരിശോധന എന്നിവ ഈ പരിശോധനകളിൽ ഉൾപ്പെടാം. വെബ്സൈറ്റുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പരിശോധനാ രീതി തിരഞ്ഞെടുക്കാം. നേരത്തെ ഉണ്ടായിരുന്ന ചെക്ക് ബോക്സുകൾ ഇനി അനുവദിക്കില്ല. ഉപയോക്താക്കൾ നിർദ്ദിഷ്ട പ്രായപരിധി കടന്നില്ലെങ്കിൽ പോൺ വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ സൈറ്റുകളും അശ്ലീല ഉള്ളടക്കത്തിലേക്കുള്ള പ്രവേശനം തടയണം. നിയമം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ 18 മില്യൺ പൗണ്ടോ അല്ലെങ്കിൽ ആഗോള വരുമാനത്തിൻ്റെ 10% വരെ പിഴയോ ഈടാക്കുമെന്ന് ഓഫീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് മുന്നറിയിപ്പ് നൽകി. UKയിലെ ആളുകൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് സുരക്ഷിതമായൊരു ഓൺലൈൻ ജീവിതം ഉണ്ടാക്കാൻ പുതിയ നിയമങ്ങൾ ആവശ്യമാണെന്ന് ഓഫീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് പറയുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഡേറ്റിംഗ് ആപ്പുകൾ എന്നിവയെല്ലാം പ്രായം ഉറപ്പാക്കാനുള്ള പരിശോധനകൾ നടത്തും. ബാങ്ക് വിവരങ്ങളോ ഓൺലൈൻ ഐഡന്റിറ്റി സർവീസുകളോ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വെബ്സൈറ്റുകൾ പ്രായം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ 18 മില്യൺ പൗണ്ട് അല്ലെങ്കിൽ ആഗോള വരുമാനത്തിൻ്റെ 10% വരെ പിഴ ഈടാക്കുമെന്നും ഓഫീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അറിയിച്ചു. പുതിയ നിയമത്തെ തുടർന്ന് പോൺ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നവരുടെ പ്രായം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 6000 പോൺ സൈറ്റുകൾ ഉപയോക്താക്കൾക്ക് 18 വയസ്സ് തികഞ്ഞുവെന്ന് പരിശോധിക്കാൻ തുടങ്ങിയെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. അതേസമയം പുതിയ നിയന്ത്രണം മറികടക്കാനായി UKയിലെ ഉപയോക്താക്കൾക്കിടയിൽ VPN ഉപയോഗം ഉയർന്നതായി റിപ്പോർട്ടുണ്ട്. UKയ്ക്ക് പുറത്തുള്ള ഉപയോക്താക്കൾക്ക് ഈ നിയമം ബാധകമല്ലാത്തതിനാൽ VPN ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തു നിന്നാണ് വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ ശ്രമം നടക്കുന്നത്. പ്രായപരിധി നിയമം നടപ്പിലാക്കിയ ശേഷം ഗൂഗിൾ ട്രെൻഡ്സ് ഡാറ്റയിൽ VPNുമായി ബന്ധപ്പെട്ട സെർച്ചുകളിൽ 700% വർധനയുണ്ടായതായി ദി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം പുതിയ നിയമങ്ങൾ ഉപയോക്താക്കളെ നിയന്ത്രണങ്ങളില്ലാത്തതും അപകടകരമായതുമായ പ്ലാറ്റ്ഫോമുകളിലേക്ക് തള്ളിവിടാനും സുരക്ഷിതമല്ലാത്ത ഉള്ളടക്കത്തിലേക്ക് കടന്നു ചെല്ലാനും പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട്. ഉപയോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് അപകട സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചില വെബ്സൈറ്റുകളും രംഗത്ത് എത്തിയിട്ടുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.